മകളെ വെൽക്കം ബാക്ക് ടു ആർഗനെക്സ്. ഇറ്റ്സ് മീ വടകൻ. മകളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോദയ എൻട്രൻസ് എക്സാമിലേക്കുള്ള നമ്മുടെ മാറ്റ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുള്ള ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള പാറ്റേൺ കംപ്ലീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ എൻ്റെ മക്കളിവിടെ ശ്രദ്ധിച്ചിരിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും ഏത് മോഡലിലാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. സോ എൻ്റെ മക്കളിവിടെ ശ്രദ്ധിച്ചോളാം. ഫസ്റ്റത്തെ പാർട്ട്, അതായത് മാറ്റ് എന്ന് പറയുന്ന ചോദ്യ പേപ്പർ സെക്ഷനിലെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന പാറ്റേൺ കംപ്ലീഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നിങ്ങളുടെ എക്സാമിനേഷന് വരാൻ പോകുന്നത്. സോ എൻ്റെ മക്കളിവിടെ ശ്രദ്ധിക്കുക. ഐ റിപ്പീറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 4 വരെയുള്ള ടോപ്പിക്കുകളാണ് നമ്മുടെ എക്സാമിന് എന്താക്കാൻ പോകുന്നത്, മാറ്റിന് ഈ ഒരു ഭാഗത്ത് നിന്നും, അതായത് പാറ്റേൺ കംപ്ലീഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും എന്താക്കാൻ പോകുന്നത്, ചോദിക്കാൻ പോകുന്നത്. സോ എൻ്റെ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചു നിന്ന് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ക്വസ്റ്റ്യനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾക്കൊരു ഫിഗർ കാണാൻ പറ്റും. ഈ ഫിഗർ ക്വസ്റ്റ്യൻ ഫിഗർ ആയിരിക്കും. ഇത് എന്ത് ഫിഗർ ആയിരിക്കും? ക്വസ്റ്റ്യൻ ഫിഗർ ആയിരിക്കും. എന്നാൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാം. ഏതൊക്കെയായിരിക്കും 4 ഓപ്ഷൻസ്? ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. അങ്ങനെ 4 ഓപ്ഷൻസ് കാണാം. ഈ 4 ഓപ്ഷൻസിൽ ഇവിടെ സ്യൂട്ട് ആയിട്ടുള്ളത്, ഇവിടെ ഒരു പാർട്ട് മിസ്സിംഗ് ആയിരിക്കും. ആ മിസ്സായിട്ടുള്ള പാർട്ടിൽ സ്യൂട്ട് ആയിട്ടുള്ളത് ഏതാണ് എന്ന് സെലക്ട് ചെയ്യലാണ് എൻ്റെ മക്കളുടെ പണി എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാറ്റേൺ കംപ്ലീഷൻ അല്ലെങ്കിൽ ചിത്ര പൂർത്തീകരണം എന്ന് പറയുന്നത്. സെറ്റാണോ? ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തെടുക്കേണ്ടതുണ്ട്. എൻ്റെ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ലെഫ്റ്റ് സൈഡ്. ഇതാട്ടോ ലെഫ്റ്റ്. സാറോട് ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് മാറിപ്പോ. ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. ഹൈ. ഇനി എൻ്റെ മക്കള് പറഞ്ഞു തന്നെ, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ആരുണ്ട്? നമ്മുടെ ആൻസേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻസ് 1 2 3 4 4 ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, എല്ലാവരും ഈ പറയുന്ന സെന്ററിൽ നിന്നും ഒന്ന് മുകളിലോട്ട് ഈ സൈഡിലേക്ക് ആരോ മാർക്ക്, ഒന്ന് ഇവിടുന്ന് ഈ സൈഡിലേക്ക് ആരോ മാർക്ക്, അടുത്തതോ ഇവിടുന്ന് താഴോട്ട് ഈ സൈഡിലേക്ക് ആരോ മാർക്ക്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക അല്ലെ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഒരു ബോക്സ് ഇങ്ങനെയുണ്ട്. ആ ബോക്സ് എന്ന് പറയുന്നതിൽ ഈ ഒരു പാർട്ടിൽ നിന്നും താഴോട്ട് ഈ ഒരു ഭാഗത്തേക്ക് ആരോ മാർക്ക് വരണം. അപ്പൊ ഇതിൽ ഏതൊക്കെയാ വരുന്നത്? ഇവിടെ ബേസിക്കലി സിയും ഡിയും ആവൂല. എന്തുകൊണ്ടാ സിയും ഡിയും ആവാത്തത്? എന്താണെന്ന് വെച്ചാൽ ഈ 2 ഏരോ മാർക്കും മുകളിലോട്ടാണ് പോകുന്നത്, മുകൾ ഭാഗത്തേക്കാണ് പോകുന്നത്. എന്നാൽ ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ എയിലും ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇത് താഴോട്ടാ പോകുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇത് നേരെ മുകളിലെ നടുഭാഗത്തുമാണ് വരുന്നത്. എന്നാൽ ഇത് ഈ ഒരു മൂലയിൽ നിന്നും താഴോട്ടുമാണ് വരുന്നത്. സോ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. യെസ്, എന്റെ മക്കളോട് ശ്രദ്ധിക്കുക. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. എന്തുകൊണ്ടാണ്? ഡൗൺ റൈറ്റിലേക്കാണ് എന്ത് വരുന്നത്? ഈ ഏരോ മാർക്ക് ചൂണ്ടി നിൽക്കുന്നത്. ഐ റിപ്പീറ്റ്, റൈറ്റ് സൈഡിലെ ഇതാണ് റൈറ്റ്, അതിലെ ഡൗൺ സൈഡിലേക്ക്, റൈറ്റ് ഡൗണിലേക്ക്, ഈ ഒരു മൂലയിലേക്കാണ് എന്താവുന്നത്, ഇത് കൃത്യമായിട്ട് ആരോ ചെയ്ത് നിൽക്കുന്നത്. സോ എൻ്റെ മക്കൾക്ക് ഇതിന്റെ റീസൺ ഒന്നും അറിയണമെന്നില്ല. ഈവൻ ദോ നിങ്ങൾക്ക് ആ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മക്കൾ നോക്കേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ആരോ, രണ്ട് ലൈൻ ഉണ്ട് അല്ലെ? ഈ 2 ലൈൻ ഒന്ന് ഇങ്ങനെ വെച്ചു, ഓക്കെ അല്ലെ? സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ആരോ മാർക്കിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചതിനാ ജസ്റ്റ് ഒന്ന് ചെരിച്ചു. ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് നിൽക്കുന്നത്, അടുത്തത് വെർട്ടിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. സോ എൻ്റെ മക്കൾ അടിയിലുള്ളതിന്റെ ആൻസർ എന്ന് പറഞ്ഞത്, ഇവിടെ ആദ്യം വെച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ്. അപ്പൊ അടുത്തത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അടുത്തത് എന്തായിരിക്കടാ? ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സെറ്റ് അല്ലേ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് ഏതായിരിക്കും? ഹൊറിസോണ്ടൽ ആയിട്ട് 2 ലൈൻ ഇങ്ങനെ കുത്തനെ വരയ്ക്കുന്നതല്ലേ? അത് ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? എന്റെ മക്കൾ പറയുന്നത് യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. സെറ്റ് അല്ലേ മക്കളെ? യെസ്, ഇന്ന് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. യെസ്, അതിന്റെ ആൻസർ ആണിതാ. ഇത് വരുന്നത് ഈ ഒരു രൂപത്തിലാണ് ഇതിന്റെ ആൻസർ വരിക. അതിന്റെ കാരണം ഒന്നാമത്തെ ടോപ്പ് റോയില് വെർട്ടിക്കലിനും ഹൊറിസോണ്ടലിലേക്ക് മാറി. ബോട്ടത്തിലുള്ള ഹൊറിസോണ്ടലിൽ നിന്നും വെർട്ടിക്കലിലേക്ക് മാറി. അടിപൊളിയല്ലടാ? അടിപൊളിയല്ലേ? യെസ്, അടുത്തതിൽ നമുക്ക് കാണാം
ഒരു വി മുകളിലോട്ട് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നുണ്ട് മക്കളെ. അതുപോലെ തന്നെ അതേ റോയിൽ തന്നെ കിടക്കുന്ന അടുത്തതും വി മുകളിലോട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഫസ്റ്റ് റോയിലുള്ള രണ്ട് വിയുടെയും ഓപ്പണിംഗ് വരുന്നത് മുകളിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് റോയിൽ നിങ്ങൾ നോക്കിയേ, ആദ്യത്തിന്റെ വി എന്ന് പറയുന്നതിന്റെ ഓപ്പണിംഗ് വരുന്നത് താഴോട്ടാണ്. താഴോട്ട് ഇങ്ങനെ വി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഇവിടെ വരുന്നതും എന്ത് തന്നെയായിരിക്കും? യെസ്, ജസ്റ്റ് ഇങ്ങനെ മുകളിൽ നിന്നും താഴോട്ട് ഓപ്പണിംഗ് ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞേ, വാട്ട് വിൽ ബി ദ ആൻസർ? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. കാരണം എന്താ? അതിന്റെ കാരണം എന്താ? അത് നോക്കിയേ, ഈ ഒരു വിയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് താഴോട്ടാണ് ഇങ്ങനെ വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുള്ളതാണ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ നേരത്തെ നമുക്ക് 4 ബോക്സുകളായിരുന്നു, 4 സൈഡുകളായിരുന്നു, അതിൽ ഒന്ന് മിസ്സിംഗ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉള്ളതിൽ നിന്നും 9 ബോക്സസ് ഉണ്ട്. ഈ 9-ൽ ഒന്നാണ് മിസ്സിങ്. അതായത് ഈ ഒരു പാർട്ടാണ് മിസ്സിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പറഞ്ഞു തന്നെ, ഇതിൽ എന്തായിരിക്കും ഇവിടെ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്? സാറ് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇത് 1ാമത്തെ റോ, ഇത് 2ാമത്തെ റോ, ഇത് 3ാമത്തെ റോ. എൻ്റെ മക്കൾ നോക്കിയേ, 1ാമത്തെ റോയിൽ ആരൊക്കെയുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്, ഒരു ക്രോസ് മാർക്ക് ഉണ്ട്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2ാമത്തേൽ ആരൊക്കെ ഉണ്ട് നോക്കി പറഞ്ഞേ. 2ാമത്തേലും ഈ പറഞ്ഞ സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ആരുമുണ്ട്, ഒരു ക്രോസ് മാർക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് റോയിൽ ആരായിരിക്കും ഉണ്ടാവേണ്ടത്? ട്രയാങ്കിൾ ഉണ്ട്, ക്രോസ് മാർക്ക് ഉണ്ട്, പക്ഷെ ആരില്ല, വട്ടമില്ല, സർക്കിൾ ഇല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും സാറ് പറയാണ്, 1ാമത്തെ റോയില് ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ക്രോസ് മാർക്ക് ഉണ്ട്. 2ാമത്തേല് സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, ക്രോസ് മാർക്ക് ഉണ്ട്. ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, ക്രോസ് മാർക്ക് ഉണ്ട്, ആരുടെ മിസ്സിംഗ് ഉണ്ട്? സർക്കിളിന്റെ മിസ്സിംഗ് ഉണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു, അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് മക്കളെ. സോ ഇറ്റ്സ് മീ സെനിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കിനെക്സ്. ബൈ, സീ യു ലേറ്റർ.